നമസ്തേ. നമ്മളെല്ലാവരും വാക്സിൻ എടുക്കാറുണ്ട്. ചെറുപ്പം തൊട്ടേ നമുക്ക് പല വാക്സിനുകൾ കിട്ടുന്നു. പല പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വാക്സിൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം അത് നമ്മളുടെ ശരീരത്തിൻ്റെ വാക്സിനാണ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന് ഇമ്മ്യൂണിറ്റി നൽകാനായിട്ടുള്ള ഒരു വാക്സിൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ മെൻ്റൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി നമുക്ക് ശക്തമാക്കാനായിട്ട് സാധിക്കുക. പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ സൈക്കോളജിക്കലി എക്യുപ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹാർഷായിട്ടുള്ള സൊസൈറ്റിയിൽ ഈ കലിയുഗത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതിൻ്റെ ചില രഹസ്യങ്ങളാണ് ഇപ്പോൾ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. മാനസിക പ്രതിരോധ ശേഷി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? ഒന്നാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, എല്ലാ അഭിപ്രായങ്ങളും എടുത്ത് തലയിലേക്ക് വെക്കരുത് അല്ലെങ്കിൽ മനസ്സിലേക്ക് കയറ്റരുത് എന്നുള്ളതാണ്. പല ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഈ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അവരുടെ വീക്ഷണകോണുകൾ മാത്രമാണ്. അത് സത്യമായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് അവരുടെ പേഴ്സണൽ ആംഗിൾ, പേഴ്സണൽ പെർസ്പെക്റ്റീവ്, അവരുടെ എക്സ്പീരിയൻസസിൽ നിന്നും അവരുടെ ഫെനമിനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും അവർ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനമായിട്ടാണ് അവർ ഈ പറയുന്ന ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കേൾക്കുന്നതൊക്കെയും സത്യമായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നമ്മൾ കാണുന്നതൊക്കെയും സത്യമായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ വീക്ഷണകോണുകൾ മാത്രമാണ്. നമ്മൾ യഥാർത്ഥത്തിലുള്ള സത്യത്തിനെ തിരിച്ചറിയുക, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സോ ഡോണ്ട് അബ്സോർബ് എവ്രി ഒപ്പീനിയൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മളെ സൈക്കോളജിക്കലി ഇമ്മ്യൂൺ ആയിരിക്കാനായിട്ട് അല്ലെങ്കിൽ പവർഫുൾ ആയിരിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവർ നമ്മളോട് അഗ്രസീവായിട്ട് പറയുന്ന സമയത്ത്, ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ ആ അഗ്രഷൻ അല്ലെങ്കിൽ ആ ദേഷ്യം എന്ന് പറയുന്ന വികാരത്തിനോടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചടിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവരുടെ അഗ്രസീവ് ടോണിൽ നിന്ന് ആ അഗ്രഷൻ, ആ ഇമോഷൻ, ആ ടോണിനെ മാറ്റിയിട്ട് വാട്ട് ഈസ് ദ കണ്ടന്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് അവർ ഡെലിവറി ചെയ്യുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ നമ്മളെ ഓവർറൂൾ ചെയ്യുന്നില്ല. ഈ മെസ്സേജ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ യുക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും എന്ത് പ്രതിരോധമാണ് അല്ലെങ്കിൽ എന്ത് സൊല്യൂഷനാണ് അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്ത് തരാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ എല്ലാ വിഴുപ്പുകളും നമ്മുടെ തലയിലേക്കോ നമ്മുടെ മനസ്സിലേക്കോ എടുത്തു വെക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ വികാരങ്ങളായിക്കോട്ടെ, ഏതു തന്നെയാണെങ്കിലും നമ്മളത് ചുമക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സൊസൈറ്റിയുടെ വേസ്റ്റ് ബിൻ ആയിട്ട് മാറുകയാണ്. സോ ഓൾവേസ് ഫിൽറ്റർ ഇമോഷൻ, ദെൻ വാട്ട് റിമൈൻസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസ്. ഇപ്പം മറ്റുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് ഇമോഷൻ ഉപയോഗിച്ച് അഗ്രസീവ് ആകുന്നു അല്ലെങ്കിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ട് ഇമോഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് പെട്ടെന്ന് നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരു 10 സെക്കൻഡ് നമ്മളുടെ ബ്രെയിനിന് കൊടുക്കുക എന്നുള്ളതാണ്. ആ 10 സെക്കൻഡ് നമ്മുടെ ബ്രെയിൻ ആലോചിച്ചതിന് ശേഷം അവിടെ പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് പവർ മൂവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ലോജിക്കലി അനലൈസ് ചെയ്യാനുള്ള സമയം കിട്ടുകയാണ്. അല്ലെങ്കിൽ അവർ ഇമോഷണലി നമ്മളോട് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേപോലെ അല്ലെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളും അവിടെ ഇമോഷണലി ഓവർ റിയാക്ട് ചെയ്യുകയാണ്. അവിടെ നമ്മുടെ ബ്രെയിനിലെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുകയാണ്. പക്ഷേ അത് ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് അവിടെ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് അവിടെ പുറത്തു വരുന്നത്. നമുക്കതല്ല വേണ്ടത്. നമുക്ക് ലോജിക്കലി നമ്മുടെ ബ്രെയിനിന് ഒരു 10 സെക്കൻഡ് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ തണുപ്പിക്കുകയും ആ സമയത്ത് അതൊരു ഫയർ ഫോഴ്സ് പോലെ വർക്ക് ചെയ്തിട്ട് നമ്മളെ കാമാക്കുമ്പോൾ നമ്മുടെ ലോജിക് ആൻഡ് അനാലിസിസ് നമുക്ക് ക്ലിയർ ആയിട്ട് നടത്താനായിട്ട് സാധിക്കുകയും നമുക്ക് കാമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അഗ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് എല്ലാ സമയങ്ങളിലും അഗ്രഷൻ അല്ല എന്നുള്ളതാണ്. അവിടെ ലോജിക്കലി നമ്മൾ അവിടെ ഒരു പ്രിവെൻഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും പൊറോട്ടയുടെ കറിക്ക് ചാറ് പോരാ അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് ചൂടില്ല, ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ നിന്നൊക്കെ അടിപിടി ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഇമോഷണൽ പ്രോബ്ലമാണ് നടക്കുന്നത്. ചിലപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് അയാൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഉടമയ്ക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം കയറുകയാണ്.
കസ്റ്റമർക്കും ദേഷ്യം കയറുകയാണ്. അങ്ങനെ അവിടെ ഫൈറ്റ് ഉണ്ടായി, രണ്ടുപേരെ അവസാനം പോലീസ് പിടിച്ച് അകത്തിടുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഇമോഷനാണ് അവിടെ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ ലോജിക്ക് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഉടമ ഒരു 10 സെക്കൻഡ് ചിന്തിക്കുകയാണ്, ഓക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ അടുത്ത തവണ നമ്മൾ ശരിയാക്കി തരാം. അല്ലെങ്കിൽ ഞാൻ ചില ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നല്ല ഉടമകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ മോശം ഉടമകളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ എന്നോട് പറയുന്നത് ഞാൻ അവരോട് വളരെ രഹസ്യത്തിലാണ് അവരുടെ കുറ്റങ്ങളുണ്ടെങ്കിൽ പറയാറുള്ളത്. അപ്പോൾ എന്നോട് ഒരു വ്യക്തി ചെയ്തത്, അദ്ദേഹം ആ പണം തിരിച്ചു തരാനായിട്ട് ശ്രമിച്ചു. അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്ത തവണ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഫുഡ് ഓഫർ ചെയ്യുന്നു. പക്ഷേ ചില ആളുകൾക്ക് പറയുന്നത് തീരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഞാൻ പറയുകയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ബിസിനസ്സിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തും ഇത്തരത്തിൽ നമുക്ക് ലോജിക്കലി കാര്യങ്ങളെ അനലൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം നിങ്ങൾക്ക്, ബെറ്റർ ആയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാം. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ബൗണ്ടറി വേണമെന്നുള്ളത്. ബട്ട് നമ്മൾ ആ ബൗണ്ടറിയെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ബൗണ്ടറി അവിടെ ഉണ്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷനാണ്. നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബൗണ്ടറിനോട് തന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെ, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ ബൗണ്ടറി ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഫർദർ എക്സ്പ്ലനേഷൻസ് അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഫർദർ എക്സ്പ്ലനേഷൻസ് പോകുമ്പോൾ അവിടെ പല രീതിയിൽ വളച്ചൊടിക്കാനുള്ള ചാൻസസ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടുള്ള കക്ഷികൾക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇമോഷണൽ സ്പേസിലേക്ക് എല്ലാവർക്കും പ്രവേശനം കൊടുക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷണൽ വൾണറബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള, അത്രയും അടുപ്പമുള്ള ആളുകളുടെ അടുത്താണ് നിങ്ങൾ ഇമോഷൻ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സൈലൻ്റ് ആയാൽ പോലും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ വലിയ കുറ്റമായിട്ട് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആളുകളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഇമോഷൻ, നമ്മുടെ വികാരങ്ങൾ അവരുടെ മുന്നിൽ തുറക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു സംഭവം മാത്രം കാണരുത്. ഒബ്സർവ് പാറ്റേൺസ് നോക്കുക, അല്ലാതെ ഇൻസിഡൻസിനെ അല്ല. നമ്മൾ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല ആളുകളോടും പല നിലപാടുകൾ എങ്ങനെ എടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നു, ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടുള്ള പല ഇൻസിഡൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഒക്വർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, നിലപാടുകൾ എടുക്കുക, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെയോ ബിഹേവിയറാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റൻഷനെ വെളിവാക്കുന്നത്. ആവർത്തിച്ചു വരുന്ന പ്രവർത്തികളിലൂടെ നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സുഹൃത്ത് ഒക്കേഷണലി അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അയാളെ വിധിക്കുന്നതിന് പകരം അയാൾ വീണ്ടും അയാളിൽ നിന്ന് ആ പാറ്റേൺ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ സമയത്ത് നമുക്ക് ഡീപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുമെന്നുള്ളതാണ് അയാളുടെ ഇൻറ്റൻഷനെ കുറിച്ച്. നെക്സ്റ്റ് ഈസ് അബൌട്ട് എക്സ്റ്റേണൽ വാലിഡേഷൻ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ള ആളുകളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആളുകളുടെ വാലിഡേഷൻ അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള കാര്യം. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്ന വേറൊരു വ്യക്തിയും ഇല്ല എന്നത് തന്നെ. പുറത്തുള്ള അപ്രീസിയേഷൻ ഇല്ലെങ്കിലും അത് ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇന്നർ സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചുരുക്കി പറയുകയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത് പെയിൻ ഇല്ലാത്ത അവസ്ഥയല്ല, ബട്ട് ആ പെയിനിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഇന്റേണൽ സ്റ്റെബിലിറ്റി ആക്വയർ ചെയ്തുകൊണ്ട് ഇമ്മ്യൂൺ ആയിരിക്കാം, നമുക്ക് സൈക്കോളജിക്കലി എക്യുപ്ഡ് ആയിട്ടിരിക്കാം, നമുക്ക് സൈക്കോളജിക്കലി ആൻഡ് ഇമോഷണലി ഇമ്മ്യൂൺ ആയിരിക്കാം. മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻസിന് നമ്മൾ വശംവദരാവാതെ നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.